പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയത് ജലത്തിൽ ഓക്സിജൻ അളവ് കുറഞ്ഞതിനെ തുടർന്നെന്ന് കണ്ടെത്തൽ. ഓക്സിജന്റെ അളവ് അപകട നിലയ്ക്കും താഴെ. ഇത്രയും കുറഞ്ഞ ഓക്സിജൻ അളവിൽ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും കുഫോസിൽ നിന്നുള്ള വിദഗ്ധർ അറിയിച്ചു. ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവാണ്. ഞങ്ങൾ ഓക്സിജൻ നോക്കുമ്പം ഇപ്പം 2 ppm, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ, ഭയങ്കര കുറവാണ്. മീനിനൊന്നും ജീവിക്കാൻ വരെ പറ്റില്ല. സർഫസിൽ തന്നെയാണ് അത്രയും കണ്ടത്. അപ്പം താഴത്തെ ഞങ്ങൾ ഓക്സിജൻ നോക്കിയപ്പം 1.4 ppm കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മീൻ മുകളിൽ വന്നിട്ട്, എല്ലാ മീനുകളും നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുകളിൽ വന്ന് എയർ എടുക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പം ഓക്സിജൻ്റെ പ്രോബ്ലം മെയിനായിട്ടുണ്ട്. pH വലിയ രീതിയിൽ വേരിയേഷൻ കാണിക്കുന്നില്ല. ബാക്കി ഫർദർ ടെസ്റ്റ് നമ്മൾ മെറ്റൽ ഏതൊക്കെയാണ് പോയിസൺ ആയിട്ടുള്ളതെന്ന് ലാബിൽ ചെന്നിട്ടേ നോക്കാൻ പറ്റുള്ളൂ. ഇതിനിടെ കൊച്ചി വരാപ്പുഴ മാർക്കറ്റിൽ വിൽപ്പനയ്ക്കെത്തിച്ച ചത്ത മീനുകൾ പിടിച്ചെടുത്തു. പെരിയാറിൽ ചത്തുപൊങ്ങിയ മീനുകളെയാണ് വിൽപ്പനയ്ക്ക് വെച്ചത്. ഒരു മത്സ്യവിൽപ്പന കേന്ദ്രം പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. എസ് ശ്യാംകുമാറും അശ്വിൻ പാലാഴിയുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം എസ് ശ്യാംകുമാറിലേക്ക്. ശ്യാമ, ഈ കുഫോസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർ പറയുന്നത്? വേണു, കോതാട് ഭാഗത്താണ് കുഫോസിൽ നിന്നുള്ള സർവേലൻസ് ഓഫീസറും സംഘവും പരിശോധനയ്ക്ക് എത്തിയത്. അവർ പെരിയാറിലെ വെള്ളം പരിശോധിച്ചു. ആദ്യം ഉപരിതലത്തിലെ വെള്ളം ശേഖരിച്ചപ്പോഴാണ് 2 ppm ഓക്സിജന്റെ അളവ് കാണിക്കുന്നത്. അടിത്തട്ടിലെ വെള്ളത്തിൽ 1.10 ppm അളവ് ആദ്യത്തിൽ കാണിച്ചു. രണ്ടാമത് വീണ്ടും പരിശോധിച്ചു. ഇതൊന്നും മീനുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജൻ നൽകുന്ന അളവല്ല. ഇതാണ് മീനുകൾ ഉപരിതലത്തിലേക്ക് എത്തുകയും ശ്വാസമെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയും ചെയ്യുന്നതെന്നുള്ളതാണ് വിദഗ്ധ സംഘം പറയുന്നത്. ഈ പെരിയാറിലെ വെള്ളത്തിന് മുകളിൽ പാട പോലെ, ഓയിലിൻ്റെ പാട പോലെ ഒരു വലിയ പാട കാണുന്നുണ്ട്. അത് പല ഭാഗത്തു നിന്നും അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും മെറ്റലാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷാംശമാണോ എന്നിവ ഉൾപ്പെടെ ലാബിൽ പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായി കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഇത്തരം സാമ്പിളുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ചത്ത മീനുകളുടെ സാമ്പിളുകളും ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ തോതിൽ മീനുകൾ ചത്ത സാഹചര്യത്തിലാണ് കുഫോസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം എത്തുകയും രാസ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഓക്സിജന്റെ അളവ് പെരിയാറിൽ തീർത്തുമില്ല എന്നുള്ള ഒരു വിവരമാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അതുതന്നെയാണ് മീനുകളുടെ കൂട്ടക്കുരുതിക്ക് ഇടയാക്കിയതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. വേണു, ശരി. അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട്. അശ്വിൻ, ഈ വരാപ്പുഴ മാർക്കറ്റിൽ ഈ ചത്ത മീനുകൾ വിൽക്കാൻ കൊണ്ടുവന്നത് ആരാണ്? എന്തൊക്കെയാണ് അധികൃതർ ഇതേപ്പറ്റി പറയുന്നത്? വേണു, സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ പരാതി ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം വരാപ്പുഴ മാർക്കറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത്. മാർക്കറ്റിലെ ഒരു മത്സ്യവില്പന കേന്ദ്രത്തിൽ നിന്നാണ് പെരിയാറിൽ ചത്തുപൊങ്ങിയ മീനുകളെ വിൽപ്പനയ്ക്ക് എത്തിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. ആ മീനുകൾ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ഒപ്പം ആ സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. ഈ മീനുകൾ കഴിച്ചാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് വരാപ്പുഴ മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങിയ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി പഞ്ചായത്ത് നൽകുന്നുണ്ട്. ഒപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിലാണ്. അവിടെ അവർ മീനുകൾ എത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. അതിനകത്ത് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച നടക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പ്രതിഷേധവുമായി ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഈ ബോർഡിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് ഓഫീസിലായിരുന്നു പ്രതിഷേധം. അവിടെ നിന്നിപ്പോൾ ഈ മീനുകളുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവിടെയും പ്രതിഷേധം തുടരുകയാണ്. വേണു, ശരി. അശ്വിൻ പാലാഴിയും എസ് ശ്യാംകുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.